ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. തത്തേ പദം, ആ പരമമായിരിക്കുന്ന പദത്തെ ഞാൻ സംഗ്രഹമായിട്ട് ചുരുക്കത്തില് ഞാൻ പറഞ്ഞു തരാം. ഉപനിഷത്തില് തുടർന്ന് നമ്മൾ കേൾക്കും ഓമിത്യേതത് എന്ന്. അത് ഓങ്കാരമാണ്. ഭഗവത്ഗീതയിലെ മുഴുവൻ മന്ത്രങ്ങളും ഇതൊക്കെ ശ്ലോകം എന്നാണ് പൊതുവെ പറയുക. ഈ ഭഗവത്ഗീതാപത്രം ഇത് സ്മൃതിയുടെ കൂട്ടത്തിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ശ്ലോകങ്ങളൊക്കെ മന്ത്രമാണ്. എന്താ, ഉപനിഷത്തിന് തന്നെ അതേ പ്രകാരത്തില് ആ വാക്കുകളിൽ കൂടി തന്നെ നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. ആരാ പാടി തന്നത്? യോഗേശ്വരൻ. അദ്ദേഹമാ പാടി തന്നിരിക്കുന്നത്. ആരാ അത് പകർത്തി തന്നത്? യോഗേശ്വരൻ വ്യാസൻ. അദ്ദേഹമാ പകർത്തി തന്നിരിക്കുന്നത്. ആരാ ഇത് വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത്? യോഗേശ്വരൻ ശ്രീശങ്കര ഭഗവത്പാദൻ. അദ്ദേഹമാണ് ഇതിനെ വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത്. പിന്നെയോ ആരാ ഇത് വിവിധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെയും കീർത്തനങ്ങളുടെയും രൂപത്തിൽ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്? എഴുത്തച്ഛനെ പോലുള്ള മഹാമതികൾ, യോഗേശ്വരന്മാർ. അവരാണ് ഇതിനെ നമുക്ക് പാടിത്തന്നിരിക്കുന്നത്. എഴുത്തച്ഛനെ പോലുള്ള യോഗേശ്വരന്മാർ. ആരാ ഇത് നമുക്ക് നമ്മുടെ മുന്നിൽ ജീവിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്? അഭേദാനന്ദ സ്വാമികളെ പോലുള്ള, സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളെ പോലുള്ള, നീലകണ്ഠ ഗുരുപാദരെ പോലുള്ള, സ്വാമി വിവേകാനന്ദനെ പോലുള്ള യോഗേശ്വരന്മാർ. യോഗേശ്വരന്മാർ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞത് ഒരു ഇൻവെർട്ടർ കോമ കൂടി ഇട്ടിട്ടാണ് യോഗേശ്വരൻ. ഇവർ പലരല്ല, ഇവരെല്ലാവരും ഒറ്റയാണ്. നിർഗുണം നിരാകാരം ബ്രഹ്മം. അങ്ങനെ നീലകണ്ഠ ഗുരുപാദരെന്നും സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളെന്നും രാമകൃഷ്ണദേവനെന്നും അമൃതാനന്ദമയി അമ്മയെന്നും അതേപോലെ തന്നെ അഭേദാനന്ദ സ്വാമി തൃപാദങ്ങളെന്നും നാം വിവിധ നാമങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നാം മനസ്സിലാക്കുന്ന ധ്യാനിക്കുന്ന യോഗേശ്വരൻ എന്ന് ഏകവചനം. ആ യോഗേശ്വരനാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗീത യഥാർത്ഥത്തില് മന്ത്രം തന്നെയാണ് എന്നറിയണം. ഇനി അതിനെ, ആ പ്രണവത്തെ, ഓങ്കാരത്തെ എങ്ങനെ ഉപാസിക്കണം? സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധ്യാധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ആരാണോ ആ ഓങ്കാരത്തെ വ്യാഹരൻ പറയുന്നവനായിട്ട് ആചാര്യന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്ന സമ്പ്രദായ പ്രകാരം ജപിക്കുന്നവനായിട്ട് എങ്ങനെ ജപിക്കണം? മാമനുസ്മരൻ, നിർഗുണ നിരാകാര ബ്രഹ്മമായിരിക്കുന്ന ഓങ്കാരത്തിലെ അമാത്രയായിരിക്കുന്ന എന്നെ തന്നെ സ്മരിക്കുന്നവനായിട്ട് ത്യജൻ ദേഹം, ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് യപ്രയാതി, ആരാണോ പോകുന്നത്, സയാതി പരമാം ഗതി, അവൻ പരമാം ഗതിം യാതി, പരമപദത്തില് എത്തിച്ചേരുന്നു. എങ്ങനെയാ ആ ഓങ്കാരം ഉപാസിക്കേണ്ടത്? സർവദ്വാരാണി സംയമ്യ. നമ്മുടെ മനസ്സിന് ഈ ലോകമെമ്പാടും ഓടി നടക്കാൻ വേണ്ടിയിട്ട് 9 വാതിലുകളുണ്ട് ശരീരത്തിലെ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലായിട്ട് 9 വാതിലുകൾ. സ്ഥൂല ശരീരത്തിൽ സ്ഥൂലമായ വാതിലുകൾ, സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മമായ വാതിലുകൾ, കാരണ ശരീരത്തിൽ കാരണമായ വാതിലുകൾ ഉണ്ട്. അങ്ങനെയുള്ളതായ മനസ്സിന് ഓടി നടക്കാൻ അവസരമൊരുക്കുന്ന ആ വാതിലുകളെല്ലാം അടയ്ക്കണം, നിയന്ത്രിക്കണം. സംയമ്യ എന്നാണ് പറഞ്ഞ്, നിയന്ത്രിക്കണം. ഒറ്റ ദിവസം കൊണ്ട് അതിനങ്ങ് അടയ്ക്കാൻ പറ്റൂല ആർക്കും.
അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കണം. ക്രമേണ മനസ്സിനെ നിയന്ത്രിച്ച് അഭ്യാസയോഗയുക്തേന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ വാതിലുകൾ അങ്ങ് അടയ്ക്കാം. അവസാനം ആ വാതിലുകളില്ല, അവിടെ കോട്ടമതിലാണ്, അങ്ങനെയാക്കാം. അതുകൊണ്ടാണ് സംയമ്യ എന്ന് പറഞ്ഞത്, നിയന്ത്രിച്ച് എന്ന് പറഞ്ഞത്. നിയന്ത്രണത്തിന്റെ പൂർണ്ണതയില് കോട്ടമതിലാക്കുന്നു. സർവദ്വാരാണി സംയമ്യ, എല്ലാ മനസ്സിന്റെ പ്രയാണമാർഗങ്ങളെയും അടച്ച് മനോഹൃതി നിരുദ്ധ്യ ച, മനസ്സിനെ ഹൃദയത്തിന്റെ ഉള്ളില് നിരോധിക്കണം. ശത്രുവിനെ ആക്രമിക്കുമ്പോഴേക്കും ശത്രുവിന്റെ കോട്ടയെ അങ്ങ് വളയും. ശത്രുവിന് വെളിയിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കോട്ടയെ വളഞ്ഞാക്രമിക്കും. രാമൻ ലങ്കയെ ആക്രമിച്ച പോലെ 4 പാടും വളഞ്ഞിട്ട് ആക്രമിച്ചതുപോലെ. പിന്നെ ശത്രുവിന് നിവൃത്തിയില്ല, പുറത്തിറങ്ങാൻ പറ്റൂല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആയുധം തീരും, ഭക്ഷണം തീരും, കുടിവെള്ളം തീരും, കീഴടങ്ങേണ്ടി വരും. അങ്ങനെയാണ് കോട്ടയെ വളഞ്ഞു പിടിക്കുക. ഇതാണ് യുദ്ധത്തിന്റെ തന്ത്രം. ഇത് യുദ്ധമാണ്. അത്യന്ത സൂക്ഷ്മമായിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം, രാമരാവണ യുദ്ധം. ഇതാണ് രാമരാവണ യുദ്ധം. ഇതിന് തുല്യമായൊരു യുദ്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്നൊക്കെ എഴുത്തച്ഛൻ രാവണവധ ഘട്ടത്തിൽ പറയും, നമ്മൾ കേൾക്കും. അതാണ് ഈ യുദ്ധം. മനോഹൃതി നിരുദ്ധിച്ച, മനസ്സിനെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും അടച്ചു കെട്ടി അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിയന്ത്രിച്ച് നിശ്ചലമാക്കി ഉറപ്പിച്ചു വെച്ചു. മനസ്സിനെ അവിടുന്ന് അനങ്ങാൻ പറ്റൂല, ഇളകാൻ പറ്റൂല. അങ്ങനെ കോട്ട വളഞ്ഞു പിടിച്ചു. പിന്നെയോ മൂർധന്യാഥായാത്മന പ്രാണം, സ്വന്തം പ്രാണനെ ഇങ്ങനെ മൂർധാവിലേക്ക് കൊണ്ടുവന്നു. നേരെ കുണ്ടലിനിയെ ഉണർത്തി അവിടെ നിന്നിട്ട് ആധാരചക്രങ്ങൾ ഒന്നൊന്നായി കടത്തി, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ ആധാരചക്രങ്ങളെല്ലാം കടത്തി അങ്ങനെ മൂർധാവില് അതിന്റെ പൂർണ്ണതയില് കൊണ്ട് വന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ട് യോഗധാരണം, ആ യോഗസ്ഥിതിയില് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് ധ്യാനത്തില് മുഴുകി, പൂർണ്ണമായ ധ്യാനത്തിൽ മുഴുകിയിട്ട് നാം എപ്പോഴാണോ ഏതൊരു സാധകനും ആ സാധനയുടെ പൂർണ്ണതയില് ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരന്മാമനുസ്മരൻ, ബ്രഹ്മം തന്നെയായിരിക്കുന്ന ഓങ്കാരത്തെ, ഓങ്കാരം ബ്രഹ്മമാണ്. അകാര ഉകാര മകാര അമാത്രകൾ, ആ അമാത്ര ബ്രഹ്മമാണെന്ന് നേരത്തെ പറഞ്ഞു. ആ അമാത്രയിൽ നിന്നുണ്ടായതാണ് മകാരം, അതിൽ നിന്നുണ്ടായതാണ് ഉകാരം, അതിൽ നിന്നുണ്ടായതാണ് അകാരം. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ആ അകാരം വരുമ്പോ വിരാട്ടായി. അങ്ങനെ ഈ വിരാട്ടും സൂക്ഷ്മജഗത്തും അതുപോലെ കാരണജഗത്തും ആ ഓങ്കാരമാണ്. ആ ഓങ്കാരം നിർഗുണ നിരാകാരം, ഇത് സഗുണസാകാരം. പക്ഷെ ഈ സഗുണസാകാരം ആ നിർഗുണ നിരാകാരത്തിൽ നിന്നുണ്ടായതാണ്. ഇതിനെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ ലയിപ്പിച്ച് ചേർത്ത്, അതാണ് 5 ഭാവങ്ങളോടുകൂടി ഭഗവാനെ അറിഞ്ഞ് ധ്യാനിക്കുന്നതിന്റെ പ്രയോജനം. ഈ 5 ഭാവങ്ങളോടുകൂടി ഭഗവാനെ അറിഞ്ഞ ഈ 5 ഭാവങ്ങളെയും ക്രമേണ ആ ഭഗവാനിൽ കൊണ്ടുവന്ന്, ആ നിർഗുണ നിരാകാരത്തിൽ കൊണ്ടുവന്ന്, ആ അമാത്രയിൽ കൊണ്ടുവന്ന് ലയിപ്പിക്കുന്നു. അപ്പൊ പിന്നെ എന്തവശേഷിക്കും? ആ അമാത്ര അവശേഷിക്കും. നിർഗുണ നിരാകാര ബ്രഹ്മം ആയിട്ട് അത് മാത്രമായിട്ട് അവശേഷിക്കും. അങ്ങനെ ഇതിനെ മുഴുവൻ അതിൽ ലയിപ്പിച്ചൊന്നായി കാണുക. അപ്പോ ആ ഓമിന്റെ പരമലക്ഷ്യം ആ നിർഗുണ നിരാകാര ബ്രഹ്മം, അതിൽ നിന്നുണ്ടായത് ഇവ അകാര ഉകാര മകാരങ്ങൾ. അതിനാൽ ഓം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതാണ് ഓമിതി ഏകാക്ഷരം ബ്രഹ്മ എന്ന് പറഞ്ഞത്. ആ ഒരേ അക്ഷരം, ഒന്നായിരിക്കുന്ന ആ അക്ഷരം അത് ബ്രഹ്മമാണ്. അകാര ഉകാര മകാരങ്ങൾ അമാത്രയിൽ ലയിച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ളതായ ആ ഓങ്കാരത്തെ ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ, അതിന് വിധിപ്രകാരം ചൊല്ലുന്നവനായിട്ട് അവിടെ എത്തുമ്പോഴേക്കും കാലം ലയിച്ച് ദേശം ലയിച്ച് അത് മാത്രം അവശേഷിക്കും. മാമനുസ്മരൻ, എന്നെ തന്നെ ഓർമ്മിക്കുന്നവനായിട്ട് എപ്രയാതി ത്യജൻ ദേഹം, ശരീരത്തെ വിട്ടിട്ട് ആരാണോ പോകുന്നത്,
സയാതി പരമാം ഗതി, അവൻ പരമഗതിയെ പ്രാപിക്കുന്നു. ഇത് ശരീരം വിടുന്നത് അതേപോലെ തന്നെ ആ ധ്യാനത്തിന്റെ ഉപരിതലത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. രണ്ടും ഇവിടെ അർത്ഥമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഓങ്കാരം എന്നുള്ളതായ ഉപാസനാ പദ്ധതി ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. മറ്റേത് ഉപാസനാ പദ്ധതി നമ്മൾ അനുസന്ധാനം ചെയ്താലും നാം കടന്നു പോകുന്നത് ഈ മാർഗത്തിൽ കൂടി തന്നെ, വേറെ ഒരു പുതിയ മാർഗത്തിൽ കൂടിയല്ല. ഏത് ഉപാസനാ പദ്ധതിയും കർമ്മയോഗമായാലും രാജയോഗമായാലും ജ്ഞാനയോഗമായാലും ഏതായാലും നാം കടന്നു പോകുന്ന മാർഗം ഇത് തന്നെ, അവസാനം ആ അമാത്രയിൽ എത്തിച്ചേരും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സാധനാ പദ്ധതിയാണിത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓങ്കാര ഉപാസന ചെയ്യൂ. അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ളതായ ഉപാസനാ പദ്ധതി അത് പ്രണവോപാസന തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യൂ. ഭഗവാൻ പറയുന്നു, അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യചേതസ്സായിട്ട്, മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടുകൂടിയവനായിട്ട്, ആഗ്രഹങ്ങൾ അത് വേണം ഇത് വേണം തുടങ്ങിയതായ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായിട്ട്. ഈ ലോകത്തിലുള്ള ഭൗതികമായ വസ്തുക്കൾ അനന്തമാണ്. ഈ ലോകത്തിൽ എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. എത്ര നാം എണ്ണി തിട്ടപ്പെടുത്തിയാലും അപ്പുറത്തേക്ക് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളുടെ സംഖ്യ പെരുകിക്കൊണ്ടുവരുന്നതേ കാണാൻ പറ്റൂ. അങ്ങോട്ടൊക്കെ മനസ്സ് ഓടി നടന്നു കഴിഞ്ഞാൽ മനസ്സൊരിക്കലും തിരിച്ചു വരലും ഉണ്ടാവില്ല. അവിടെ എല്ലാം കറങ്ങി നടക്കും, അനന്തതയിൽ കറങ്ങി നടക്കും. അങ്ങനെ പോകാൻ മനസ്സിനെ വിടാതെ അനന്യ ചേതസ്സായിട്ട്, മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടുകൂടിയവനായിട്ട്, ആ ആത്മ തത്വത്തിൽ മാത്രം അമാത്രയിൽ മാത്രം ചെല്ലുന്ന മനസ്സോടുകൂടിയവനായിട്ട് അനന്യചേതാ സതതം, എപ്പോഴും മനസ്സ് അവിടെ തന്നെ ചെല്ലണം. നാം രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെയും ഉറങ്ങിയാൽ ഉണരുന്നതുവരെയും 24 മണിക്കൂറും മനസ്സ് അവിടേക്ക് തന്നെ ചെന്നുകൊണ്ടേയിരിക്കണം. ഉറക്കത്തിലും നമുക്ക് അനുഭവമുണ്ട്. പ്രിയം, അതേപോലെ തന്നെ പ്രമോദം, പ്രിയം, മോദം, പ്രമോദം എന്നുള്ളതായ അനുഭവങ്ങൾ ഉറക്കത്തിലുമുണ്ട്. ആ അനുഭവത്തിന്റെ സ്മൃതി നമുക്ക് ഉണരുമ്പോഴുമുണ്ട്. ഉണരുമ്പോൾ നന്നായി ഉറങ്ങി എന്ന് നമ്മൾ പറയും. നന്നായി ഉറങ്ങിയതിന്റെ സുഖം നമ്മൾ ഓർമ്മിക്കുന്നു. ആ സുഖം അപ്പോഴനുഭവിക്കുകയായിരുന്നു ഉറങ്ങുമ്പോൾ. പക്ഷെ ഉണരുമ്പോഴേക്കും അത് ആ മറവിയിൽ പെട്ടുപോകുന്നൊരു കർട്ടൻ അവിടെ വീഴും.